ഹായ് ഗേസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു കിടിലൻ മാങ്ങച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ മാങ്ങ, ഉണക്കമുളക്, കറിവേപ്പില, എളുപ്പത്തിലുണ്ടാക്കാൻ കടുക് ഉലുവൊന്നും പൊടിച്ചിടാതെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളും ഇതുപോലൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അച്ചാർ പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് നമ്മൾ മാങ്ങ എടുക്കുന്നതിനനുസരിച്ചിട്ടാണ് നമ്മൾ എരിവ് കൂടുതലുള്ളവർക്ക് മുളക് പൊടി കൂടുതൽ എടുക്കാം കേട്ടോ. പാകത്തിന് ഉപ്പൊക്കെ ചേർക്കുക. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കടുക് ഇടുക. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഉണക്കമുളക് ഇടും കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടാണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാലും മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. മാങ്ങ ഇട്ടതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാത്തോടത്തേക്കും നല്ലവണ്ണം എരിവും ഉപ്പും ചേരുവകളൊക്കെ നല്ലവണ്ണം ചേർക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ആയിട്ട് വരണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വിനാഗിരി കുറച്ച് ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നല്ല പുളിയിലെ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു അടപ്പൊക്കെ ഒഴിച്ചാൽ മതി. ചിലർക്ക് വല്ലാതെ പുളിയൊന്നും പറ്റില്ലല്ലോ. അതിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക കേട്ടോ. ഷെയറൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലായിട്ട് പിന്നെ വരാം. ഓക്കെ, ബായ്. Oh!